ഒരു കട്ടൻ കാപ്പി ജോൺസൺ മാഷിന്റെ പാട്ട് എന്നൊക്കെ പറയാറുന്ന പോലെ ഇനി മാറ്റാം. ഇത് മാറ്റി പാൽക്കറി, വെള്ളയപ്പം, നളൻ ഷൈൻ. എൻ്റെ അമ്മ വരാറുണ്ട്, വൈഫിന്റെ അമ്മ വരാറുണ്ട്. അവരൊന്നും എൻ്റെ ഭാര്യയുടെ കയറ്റാറില്ല. അവിടെ ആദ്യമായിട്ടാണ് ഒരാൾ സിംഹത്തിന്റെ മടയിലോട്ട് കയറിയത്. താങ്കൾക്ക് വേണ്ടി ഒരു മസാലയും ചേർക്കാണ്ട് തേങ്ങാപ്പാലിലാണ് ഇത് ചെയ്യുന്നത്. താങ്കളുടെ ലൈഫിൽ കഴിച്ചിരിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഏറ്റവും ഡെലീഷ്യസും ടേസ്റ്റും ആയിട്ടുള്ള യഥാർത്ഥ കരിമീൻ എന്ന് പറയുന്നത് കുണ്ട്രക്കായലിലെ കാഞ്ഞിരോട്ട് കായലിലെ കരിമീനാണ്. ചൂടപ്പം ചൂട് കറിക്കകത്ത് നോക്കി കഴിക്കുന്നതിലൂടെ ഇച്ചിരി ജാതിക്ക ചമ്മന്തികൾ എടുത്ത് പറയണം. എനിക്കിന്ന് വയറിന് അസുഖമായിരിക്കും. ഇതെന്താ ബ്ലാക്ക് നൈഫ്? ഇത് ജാപ്പനീസ് നൈഫാണ്. ഏറ്റവും നല്ല നൈഫ് ഉണ്ടാക്കുന്നത് ജപ്പാൻകാരാണ്. നമ്മളിവിടെ ഇടപ്പള്ളിപ്പള്ളി പെരുന്നാളിനൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ ശിവരാത്രി മണപ്പുറത്ത് കിട്ടുന്ന കത്തിയാണ് ഏറ്റവും നല്ല കത്തി എന്നാണ് കേട്ടിട്ടുള്ളത്. ഇനിയിപ്പോ ഒരു ഗ്യാസ് സ്റ്റവ് ചട്ടിയൊക്കെ ഇട്ട് പോയാൽ എനിക്കും കറി വെക്കാൻ പറ്റൂല. ബാക്ക് ഡ്രോപ്പിൽ ഒരാളുണ്ട്, പിന്നെ എൻട്രി ചെയ്ത ഒരാളുണ്ട്. അത് സർപ്രൈസ് ആണ്. ഒരു സെലിബ്രിറ്റി ഗസ്റ്റിനെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ആദ്യമായിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ഇത് ടിനിച്ചേട്ടന്റെ അടുക്കളയാണ് അല്ലേ? ഇവിടെ ഒരു കാര്യമുണ്ട്. എൻ്റെ അമ്മ വരാറുണ്ട്, വൈഫിന്റെ അമ്മ വരാറുണ്ട്. അവരൊന്നും എൻ്റെ ഭാര്യയുടെ കയറ്റാറില്ല. അവരോടുള്ള ദേഷ്യം കൊണ്ടല്ല, ഇത് അവള് മാത്രം ഉള്ളൊരു ഏരിയ. അവർക്ക് ആകെ ആവശ്യപ്പെട്ടേക്കണം അതാണ്. ഇത് എൻ്റെ സ്ഥലമാണ്. അപ്പൊ അവരെ ഇടപെടുത്താറില്ല. വളരെ പേഴ്സണൽ ഇടമാണ്. അവിടെ ആദ്യമായിട്ടാണ് ഒരാള് മടയിലോട്ട്, സിംഹത്തിന്റെ മടയിലോട്ട് കയറിയത്. ഇവിടെ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന ഡിഷസിന്റെ ബേസിക് ഡെസേർട്ട് എന്ന് പറയുന്നത് നമ്മളെ നാടൻ എള്ളുണ്ടയാണ്. എള്ള് മുളപ്പിച്ചിട്ട് ചെയ്തിരിക്കുന്ന എള്ളുണ്ട. ഇത് ജാതിക്ക ചേർത്ത് അരച്ചിരിക്കുന്ന ചമ്മന്തി. ഓ ജാതിക്ക, ഞാൻ ഫാഷൻ ഫ്രൂട്ട്. മാത്രമല്ല ഇന്ന് താങ്കൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന ഡിഷ് എന്ന് പറയുന്നത്, ഞാനൊരു കുണ്ട്രക്കാരനാണ്, കാഞ്ഞിരോട് കായലിലെ കുണ്ട്രക്കാരൻ. അപ്പോൾ ഈ കാഞ്ഞിരോട്ട് കായലിലെ തീരത്താണ്, അതിൻ്റെ സൈഡിലായിട്ടാണ് എൻ്റെ വൈദ്യശാലയൊക്കെ. ഞാൻ 100-200 വർഷം പാരമ്പര്യം ഒരു വൈദ്യരാണ്. വൈദ്യര് കുടുംബത്തിലെയാണ്, നമ്മൾ വൈദ്യരല്ല, നമ്മൾ പാചകക്കാരനാണ്. അപ്പം എൻ്റെ വലിയ വൈദ്യര് ഒരു 11 മണിയാകുമ്പോൾ, അതായത് അല്ല, വലിയ വൈദ്യർ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അമ്മാച്ചനാണ്. മരുമക്കത്തായോ ഞങ്ങളെ ഫാമിലി, പഴയ മരുമക്കത്തായോ. അപ്പോൾ അവിടെ ആകെ ഉള്ളൊരു നീരൊഴുക്കൽ മംഗലശ്ശേരി എന്ന് പറഞ്ഞ കുടുംബത്തിലാണ്. അപ്പോൾ ഈ 11 മണിയാകുമ്പം കുണ്ട്രക്കായലിലെ കരിമീൻ, ഫ്രഷ് കരിമീൻ, ഈ ആൾക്കാർ പണ്ടത്തെ കാലമല്ലേ പിടിച്ചോണ്ട്, ആ കരിമീനാണ് വേൾഡിലെ ഏറ്റവും ഫേമസ് കരിമീൻ. കാരണം ആക്ച്വലി കരിമീൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡെലീഷ്യസും ടേസ്റ്റും ആയിട്ടുള്ള യഥാർത്ഥ കരിമീൻ എന്ന് പറയുന്നത് കുണ്ട്രക്കായലിലെ കാഞ്ഞിരോട്ട് കായലിലെ കരിമീനാണ്. അതിന് പറയുന്നത് പേൾ സ്പോട്ട്, ബ്ലാക്ക് പേൾ സ്പോട്ട് എന്നും പറയും. പിന്നെയാണ് അഷ്ടമുടിക്കായൽ വരുന്നത്. ഈ കരിമീനിനെ പാൽക്കറി വെച്ചാണ് രാവിലെ വൈദ്യര് കഴിക്കുന്നത്. ഞങ്ങളുടെ പുഴയിലും ഒരു കരിമീൻ കിട്ടും, പക്ഷെ അത് കുറച്ച് ഫാക്ടറിയിൽ നിന്ന് കുറച്ച് കെമിക്കൽ അടിച്ചതായിരിക്കും. അതങ്ങനല്ല. ഇത് താങ്കളുടെ ഒരു ജേർണി പ്രൊഫൈൽ ഇഷ്ടപ്പെട്ട ഞാൻ ഇവിടെ വന്ന് താങ്കളുടെ അടുക്കളയിൽ താങ്കൾക്ക് വേണ്ടി ഒരു മസാലയും ചേർക്കാണ്ട്, ഒരു മസാലയില്ല, അല്ല, മുളക് പൊടിയില്ല, മല്ലിപ്പൊടിയില്ല, ഉലുവാപ്പൊടിയില്ല, ഗരം മസാലയില്ല, ഒരു പൊടിയില്ല. അല്ല, അപ്പൊ അതില്ലാത്തതിന്റെ കാരണം എന്താണ്? അതിന്റെ ഒരു പ്ലസ് എന്താണ്? അതല്ലേ വൈദ്യര് കഴിച്ചു എന്ന് പറയുമ്പം അതിന് അതിൻ്റെതായ ഒരു മഹാത്മ്യം കാണുമല്ലോ. തേങ്ങാപ്പാലിലാണ് ഇത് ചെയ്യുന്നത്. താങ്കളുടെ കണ്ണും മുമ്പിലാണ് ചെയ്യാൻ പോകുന്നത്. താങ്കളുടെ ലൈഫിൽ കഴിച്ചിരിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഒരു പ്രോമിസ് തന്നുകൊണ്ട് നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ഡീലല്ലേ? ഓക്കെ, ഡീൽ. നമുക്ക് ചെറിയ ഉള്ളിയോടാ താല്പര്യം. കാണുന്നുണ്ടല്ലോ, നമ്മളിപ്പോൾ നൈഫ് ഉപയോഗിച്ചില്ല, ചെറിയ ഉള്ളി നന്നായിട്ട് ചതയ്ക്കുന്നു. എൻ്റെ ചോദ്യം, ടിനിച്ചേട്ടൻ കുക്ക് ചെയ്യാറുണ്ടോ? ഇല്ല. അതെന്ന് പറഞ്ഞാല് നമ്മള് കുക്ക് ചെയ്താൽ അതിന്റെ ഒരു എൻജോയ്മെന്റ് എനിക്ക് നഷ്ടപ്പെടും. അങ്ങനെ, ഓക്കെ. എനിക്ക് കുക്ക് ചെയ്ത് കഴിക്കുന്നതിൽ മുകളിലുള്ള സന്തോഷം വേറെ ഇല്ല. ആണല്ലോ. അതേപോലെ തന്നെയാണ് കുക്ക് ചെയ്ത് കൊടുക്കുന്നത്. അഗ്നിയിലേക്ക് കിടക്കാം. ഈ പാചകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സ്വാഭാവികമായിട്ടും അഗ്നിയും വായുവും ജലവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുക. അറിയോ? അഗ്നി അറിയുന്നവൻ ഷെഫ്, വായുവിലൂടെ അറിയുന്നവൻ ഷെഫ്. മൊത്തം സയന്റിഫിക് ആണ് അല്ലേ? വെള്ളത്തിന്റെ ഡെൻസിറ്റി അറിയുന്നവൻ ഷെഫ്. അല്ലേ? ചിന്തിച്ചു നോക്കി. അതെ, എല്ലാം അറിയണം. ആ ജലം തന്നെ ഡെൻസിറ്റി മാറിപ്പോയാൽ തീർന്നു. അതെ. ഈ ഒരു ഓംലെറ്റ് ചെയ്യാണ്, ആ അഗ്നി കയറിപ്പോയാലോ ഇറങ്ങിപ്പോയാലോ തീർന്നു. അല്ലേ? അതെ. സോ ബ്യൂട്ടിഫുൾ. ഇപ്പൊ പല കുട്ടികൾക്കും
കളിനറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പല ഫാമിലിയിലാണെങ്കിൽ പോലും കളിനറി എന്ന് പറയുന്നത് അവർക്ക് ഒരു സീരിയസ് എഫക്റ്റ് അല്ല. വി ആർ ബിയോണ്ട് ഡോക്ടേഴ്സ്. ഡോക്ടറിനെക്കാട്ടിയും മുകളിലാണ്. കാരണം ആരോഗ്യം അല്ല, ആകെ രണ്ട് കാര്യം നമുക്ക് അകത്തോട്ട് കഴിക്കാൻ പറ്റുന്നത്. ഒന്ന് ഡോക്ടർ തന്നെ മരുന്ന്, രണ്ട് നിങ്ങൾ തരുന്ന ഫുഡ്. മരുന്ന് അധികം കഴിക്കാതിരിക്കാനാണ് എനിക്കിഷ്ടം. കറക്റ്റ്. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ചതച്ചു ജാടക്കി. ഇനിയിപ്പം താഴെ വന്നിട്ടില്ലേ കമന്റ് ചെയ്യും. ഗ്ലൗസ് ഇടാത്ത കറുത്ത കൈകൾ. അതെ, ഗ്ലൗസ് ഇടാത്ത ഷെഫാണോ? താടിക്ക് കവറിടണം, തടിക്ക് കവറിടണം. വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയുടെ പ്രത്യേകത എന്താണ്? അമ്മയുടെ മുലപ്പാലിനോട് സാമ്യമുള്ള ലോകത്തിലെ ഒരേ ഒരു ദ്രാവകം വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി. ഇനി നമ്മൾ ഇഞ്ചി ചതയ്ക്കാൻ പോവാണ്. റെഡി? എല്ലാം ലൈവായിട്ട് തന്നെ. ലൈവ് ഇതാണ്. ഇഞ്ചി ചതച്ചു. നമുക്ക് തക്കാളി വേണമെങ്കിലും തക്കാളിയും ചതച്ചു. കത്തി കൊണ്ട് തൊടുന്നില്ലല്ലോ ഒന്നും. അതെ, കല്ലിലോട് തെറിച്ചു. അല്ല, അതെന്താ കത്തി കൊണ്ട് ഒന്നും ചെയ്യാത്ത എന്താണ്? വേണ്ട, കത്തിയുടെ ആവശ്യമില്ല. കത്തി വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതിയല്ലോ. കത്തി ഉപയോഗിക്കാത്ത ഒരേ ഒരു വൈദ്യനുള്ളൂ, ദൈവം. ജീവിതത്തില് ഏറ്റവും ബെസ്റ്റ് കരിമീൻ, വളരെ രുചികരമായി ഒരു മസാലയും ഇല്ലാണ്ട്. അതായത് ഇപ്പൊ മസാല ശരിക്കും ഇൻഡസ്ട്രീന് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. സി എൻഡ് ഓഫ് ദ ഡേ ഇപ്പൊ താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അമിതമായാൽ അമൃതവും വിഷം അല്ലേ? അല്ല, എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഈ സാമ്പാർ കഴിക്കുന്നതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വയറിന് അസുഖം വരാൻ കാരണം. ചുമ്മാതാ, തിരിച്ച സാമ്പാറാണ് വൺ ഓഫ് ദ മോസ്റ്റ് ബെസ്റ്റ്. പക്ഷെ അതിൽ മസാല ഇടുന്നില്ല. ഇല്ല, മസാല ഞാൻ പിന്നെയും പറഞ്ഞല്ലോ, നമ്മളെ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ നമുക്ക് അത്യാവശ്യമായി വേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത് എന്ന് കാണിക്കുന്നത്. അതിനെക്കാട്ടിയും വലിയ പ്രശ്നമാണ് ഷുഗർ. അപ്പൊ സിനിമ എഴുതി കാണിക്കുന്നത് ഷുഗർ, പഞ്ചസാര ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. കാരണം സ്മോക്കിങ്ങിനെക്കാട്ടിയും കൂടുതൽ രോഗികൾ മരിച്ചിരിക്കുന്നത് ഡയബറ്റിക് ആയിട്ടാണ്. ഇതെല്ലാം കാണിച്ചു കഴിയുമ്പോൾ സിനിമ കാണിക്കാൻ സമയം ഉണ്ടാവില്ല. നമ്മൾ കാന്താരി മുളകിലാണ് കുക്ക് ചെയ്യുന്നത്. സ്പൈസസ് ഓക്കെ അല്ലേ? പിന്നെ കാന്താരി മുളക് ഇട്ടു. പുളി. താങ്കൾക്ക് രസം എന്ന് പറയുന്ന സാധനമില്ല, എന്താണ് ആക്ച്വലി രസം? രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു ഓർഗാനിക് ഡ്രിങ്ക് ആണ്. രസം എന്ന് പറഞ്ഞാൽ ആസിഡ് എന്നാണ് അതിന്റെ അർത്ഥം. രസം. രസം. രസം എന്ന് പറയും. അതെ, നമ്മളുടെ നാട്ടില് സദ്യ കഴിക്കുമ്പോൾ നമുക്ക് അല്പം, അല്ലെങ്കിൽ ബിരിയാണി കഴിക്കുമ്പോൾ അല്പം രസം തരുന്നത് നമ്മളുടെ ഡൈജസ്റ്റീവ് രസത്തിനെ ഒന്ന് രസകരമാക്കാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനുമാണ്. ഞാനൊരു പ്രാവശ്യം കുട്ടനാട് വന്നപ്പോഴേ ഒരു സായിപ്പ് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ സായിപ്പിന് അവിടെയുള്ള ആൾ കൊടുക്കുകയാണ്, ദിസ് ഈസ് ഓർഗാനിക് ഡ്രിങ്ക് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട്. അതിന് 10-250 രൂപ മേടിച്ചു ഒരു ഗ്ലാസ് രസത്തിന്. അല്ല, ഓർഗാനിക് ഡ്രിങ്ക് ആണ്. കാരണം ഈ രസം എന്ന് പറയുന്നത് പലരും വിചാരിക്കുന്നത് നല്ല രസം എന്നാണ്. രസം ഈസ് ബേസിക്കലി ഇപ്പം നമ്മളെ ബോഡിക്ക് ഒരു pH വാല്യൂ ഉണ്ട്. ഈ ബോഡിക്ക് ആസിഡ് ആൽക്കലൈൻ ലൈനിന്റെ ഒരു pH വാല്യൂ ഉണ്ട്. ഈ pH വാല്യൂ തെറ്റുമ്പോഴാണ് ബേസിക്കലി നമുക്ക് നെഞ്ചരിച്ചിലും ഇതിന് അതുകൊണ്ട് അസിഡിറ്റി ആണ്. അതിന് വളരെ കമ്പോസ്ഡ് ആയിട്ട് ഡെലിവറി ചെയ്യുന്ന കേരളത്തിലെ സദ്യയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ മീൽ. അതെ, നമ്മൾ ഉപ്പിടുകയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ നല്ല ലൈവ് അപ്പം ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പം, വെള്ളയപ്പം, വെള്ളയപ്പവും പാൽക്കറി. ഈ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ അന്തരീക്ഷം. അപ്പം അതിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, എന്നാൽ അതിൻ്റെ ഒരു സുഖമുണ്ട് ഇല്ലേ? ഒരു കട്ടൻ കാപ്പി ജോൺസൺ മാഷിന്റെ പാട്ട് എന്നൊക്കെ പറയാറുന്ന പോലെ ഇനി മാറ്റാം. ഇന്ന് മാറ്റി പാൽക്കറി, വെള്ളയപ്പം, നളൻ ഷൈൻ. അങ്ങനെ നല്ല ചൂട് പാൽക്കറി അല്ലേ? നല്ല വെള്ളയപ്പം എടുത്ത് നല്ല ചൂട് പാൽക്കറിയിൽ മുക്കിയിട്ട് ആ വെളുവിളാന്നിരിക്കുന്ന കരിമീൻ്റെ പീസൂടെ കഴിക്കുമ്പോൾ കിട്ടുന്ന നിങ്ങൾ പറഞ്ഞു എൻ്റെ ഇവിടെ നിന്നുള്ള ഗ്ലാൻഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഉമ്മനീര് ഇങ്ങനെ വന്നോണ്ടിരിക്കുക. ഇപ്പൊ ഇതുവരെ ഞാൻ ആകെ ഇട്ടിരിക്കുന്ന ഐറ്റംസ് ഒക്കെ താങ്കൾ കണ്ടു. പലരും ചോദിക്കാറുണ്ട് മസാല ഇല്ലമ്മ എങ്ങനെ കുക്ക് ചെയ്യണം. ഇതാണ് ഫിഷ്. ഇതാണ് കുണ്ട്രയിലെ കരിമീൻ അല്ലേ? താങ്കൾക്ക് വേണ്ടി 2 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകണം. ആദ്യമായിട്ട് കത്തി വെക്കാൻ പോണ്. അതെ. ഇതെന്താ ബ്ലാക്ക് നൈഫ്? ഇത് ജാപ്പനീസ് നൈഫാണ്. ഏറ്റവും നല്ല നൈഫ് ഉണ്ടാക്കുന്നത് ജപ്പാൻകാരാണ്. ഭയങ്കര ഷാർപ്പാണ്. ഷാവോലിൻ സമുറായി. നമ്മളിവിടെ ഇടപ്പള്ളി പെരുന്നാളിനൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ ശിവരാത്രി മണപ്പുറത്ത് കിട്ടുന്ന കത്തിയാണ് ഏറ്റവും നല്ല കത്തി എന്നാണ് കേട്ടിട്ടുള്ളത്. ഉരുക്ക് കൊണ്ടുണ്ടാക്കിയെന്ന് പറയും. അതെ, അത് സ്റ്റീലാണ് അവർ കൂടുതൽ ഉപയോഗിക്കുന്നത്. മീനിടാൻ പോവാണ്.
ഇപ്പൊ എത്ര സമയമായി എന്ന് താങ്കൾ തന്നെ കണ്ടു അല്ലേ? മീൻ ഒന്നുകൂടെ തിളച്ചതിന് ശേഷം നമ്മൾ മീനിടാൻ പോവാം. അതിന് മുമ്പായിട്ട് ഈ തേങ്ങാപ്പാൽ നമ്മൾ 2 കാറ്റഗറിയിലാണ് വെച്ചിരിക്കുന്നത്. പൊതുവേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ഈ പാൽക്കറി വെക്കുമ്പോൾ തേങ്ങാപ്പാൽ പിരിയാതെ നോക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ പിരിയാതിരിക്കാനായിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച ഉടനെ ഇളക്കിക്കൊണ്ടിരിക്കും. ലാസ്റ്റ് നമ്മൾ 1-ാം പാൽ ഒഴിക്കും. കൈ കാണിച്ചു ജസ്റ്റ് നമുക്ക് ഉപ്പ് കുറച്ചും കൂടെ ഇത്തിരി കൂടി ഉപ്പ് വരാൻ തോന്നുന്നു. മീൻ ഇട്ടിട്ട് നമുക്ക് ഉപ്പിടാം. പക്ഷെ ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ, ഇട്ടേയില്ലല്ലോ. ഉപ്പിട്ട് ആണോ? അതെ, ശ്രദ്ധിച്ചില്ല. മലയാള സിനിമയിലെ ഉപ്പെന്ന് അറിയപ്പെടുന്ന ഒരാളായിരുന്നു ജഗതി ശ്രീകുമാർ. കാരണം അതില്ലാതെ പൂർത്തിയാവൂല. പുള്ളിയുടെ മകൻ എൻ്റെ റെസ്റ്റോറൻറ്റിൽ വന്നു, ഭക്ഷണം കഴിച്ചു, എനിക്ക് വേണ്ടി ബ്ലോഗ് ചെയ്തു. മാത്രമല്ല അച്ഛനെയും വിളിച്ചുകൊണ്ട് വരുമെന്ന്. അപ്പം ആ ഒരു അഭിനയ സാമ്രാട്ടിന് ഭക്ഷണം വെച്ചു കൊടുക്കാനും എനിക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ. അതിനുവേണ്ടി പുള്ളിയുടെ മകൻ വന്നിരുന്നു, ഫാമിലി ആയിട്ട് വന്നു. ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. മതിയാവും, അത് മതിയായിരിക്കും. ഇത് കഴിഞ്ഞ് നമ്മൾ അപ്പത്തിലേക്ക് കിടക്കുന്നു. ഇപ്പം നമ്മളൊരു സിമ്പിൾ കറിയാണ് വെച്ചത് അല്ലേ? പെട്ടെന്ന്. അത് താങ്കളുടെ വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കുക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം, ഫാസ്റ്റ് കുക്കിങ്ങാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഏതോ ഒരു ജാപ്പനീസ് ഷെഫിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം മാറും, ഇനി നമ്മളെ ഫോളോ ചെയ്യും. അല്ല, നമ്മളൊരു ഹോട്ടലിൽ പോയിരുന്നു, 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മളാകെ അവശതയിൽ പോകും. അതിന് ചെയ്യേണ്ട ഒരു സംതിങ്, ഏത് റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴും നമുക്ക് അവിടുത്തെ ഫോൺ നമ്പറുണ്ട്, ഗൂഗിളിൽ ഒന്ന് വിളിക്കുക. ഞാൻ ടിനിയാണ്, അല്ലെങ്കിൽ ഞാൻ ഷെഫാണ്, ഞാൻ വരുന്നുണ്ട്, എന്തുകൊണ്ട് സ്പെഷ്യൽ, ഞാൻ വിശന്ന് വരികയാണ്. ഒരു ഫൈൻ ഡൈൻ റെസ്റ്റോറൻറ്റിൻ്റെ മിനിമം പിക്കപ്പ് ടൈം എന്ന് പറഞ്ഞാൽ 40 minutes ആണ്. നമ്മൾ വിശന്ന് ചെല്ലുന്നു എന്നുള്ളത് നമ്മളെ മിസ്റ്റേക്കാണ്. ശരി. നമ്മൾ ജസ്റ്റ് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ അവർ പ്രിപ്പയർ ചെയ്തിട്ടിരിക്കും. പല ആൾക്കാരും ഷടപടയുന്ന തട്ടുകടയല്ലല്ലോ അല്ലേ? എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട് ഇവിടെ. കാരണം അദ്ദേഹത്തിന് നേരെ മറിച്ച് പോയി പലതിനും വെയിറ്റ് ചെയ്യാൻ സമയമുണ്ട്. ഒരു ഡോക്ടറിന് തന്നെ 200 രൂപയുടെ ടോക്കൺ എടുത്തിട്ട് വൈകുന്നേരം വരെ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യും അല്ലേ? ഒരു ബിരിയാണിക്കും ആ പാവപ്പെട്ട ആള് നമുക്ക് ഏറ്റവും ബെസ്റ്റ് തരണം, ഇല്ലെങ്കിൽ ഒന്ന് ചൂടാക്കി തരണം, ഇല്ലെങ്കിൽ ഒന്ന് നന്നായിട്ട് സെർവ് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന അയാൾക്ക് നമ്മളല്പം സമയം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വിളിച്ചൊക്കെ പറഞ്ഞ് നമ്മൾ എന്നിട്ടും ഒരു അബദ്ധം പറ്റിയാൽ നമുക്ക് അപ്സെറ്റ് ആവും. ഇനിയിപ്പോൾ ഒരു ഗ്യാസ് സ്റ്റവ് ഒരു ചട്ടിയൊക്കെ ഇട്ട് പോയാൽ എനിക്കും കറി വെക്കാൻ പറ്റൂട്ടോ. പോണ വഴിക്ക് മീൻ മേടിച്ചു കഴിഞ്ഞാൽ പറയുമ്പോൾ കുണ്ട്ര പാൽക്കറി എന്ന് തന്നെ പറയണം. ഓക്കെ. ഇനി നമ്മൾ നല്ല അടിപൊളി അപ്പം ചൂടാൻ പോവാം. പാരലലി അപ്പം കൂടി തുടങ്ങാം. അപ്പം എന്നിട്ട് നമ്മൾ ചൂടപ്പം ചൂട് കറിക്കകത്ത് മുക്കി കഴിക്കുന്നതിനോട് ഇച്ചിരി ജാതിക്ക ചമ്മന്തികളെടുത്ത് പറയണം ലൈലേക്കൊക്കെ. എനിക്കിന്ന് വയറിന് അസുഖമായിരിക്കും. ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഇതിനു മുമ്പ് ഇല്ല, ഞാൻ അങ്ങനെ നിൽക്കാറില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു കുക്കറി ഷോയിലോ ഇതിലൊന്നും ഞാൻ പങ്കെടുക്കാറില്ല. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഷെഫ് കുക്കറി ഷോ ചെയ്യാത്ത എന്താ? ബേസിക്കലി യൂട്യൂബിൽ നോക്കി ആർക്കും ഒന്നും ചെയ്യാവുന്നൊരു കാര്യമാണ് കുക്കറി ഷോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ താങ്കളുടെ ഈ കേട്ട ലൈഫ് എക്സ്പീരിയൻസ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇപ്പോൾ എന്നെ കഴിഞ്ഞ ദിവസം വേറൊരു ബ്രാൻഡ് കൊളാബ് ചെയ്യാൻ വിളിച്ചു. അപ്പോൾ ചോദിച്ചു, ഷെഫ് ഇതൊന്ന് ചെയ്യുമോ? ഞാൻ പറഞ്ഞു, ഒരു ഷെഫ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിവൈൻ പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ താങ്കളുടെ ടേസ്റ്റ് മനസ്സിലാക്കി താങ്കൾക്ക് ഏറ്റവും നല്ല ഫുഡ് കുക്ക് ചെയ്യുന്നതിന് മുകളിൽ താങ്കൾക്ക് മെർസഡീസ് ബെൻസ് പോലും താങ്കൾക്ക് വേണ്ടി ആർക്കും ചെയ്തു തരാൻ പറ്റില്ല. പറ്റുമായിരിക്കാം ആ ലെവലിൽ, പക്ഷെ എന്നെ വിളിച്ചിട്ട് പറയുന്നു ഷെഫെ ഞാൻ വരുന്നുണ്ട്, ഇച്ചിരി ചോറും ഇച്ചിരി ചമ്മന്തി റെഡിയാക്കി വെക്കാം. അപ്പോൾ ഒന്നെങ്കിൽ അത് അമ്മയടുത്ത് പറയാൻ പറ്റും, ഇല്ലെങ്കിൽ നമ്മൾ റിലേറ്റ് ചെയ്ത് അല്ലേ? കറക്റ്റ്. അതിലും വലിയൊരു മദർഹുഡ് എൻജോയ് ചെയ്യുന്ന വേറൊരു പേഴ്സണാലിറ്റി ഉണ്ടോ? വേൾഡ് എഞ്ചിനീയർ ഉണ്ടോ? ഡോക്ടർ ഉണ്ടോ? ഒന്നുമില്ല. സോ ഐ ബിലോങ് ദെയർ. അപ്പോൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൽ വേണം എൻ്റെ ഫുഡ് ഡെലിവറി ചെയ്യണമെന്നുള്ളതാണ്. അല്ല, ഞാനെപ്പോഴും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നന്ദി പറയാറുണ്ട്. അത് ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചിറങ്ങാറില്ല. നല്ല ഭക്ഷണം, നമ്മളിപ്പോഴും പുറത്താണല്ലോ, നല്ല ഭക്ഷണം കിട്ടണേ. ഭക്ഷണം എന്ന് പറഞ്ഞാൽ അപ്പവും വീഞ്ഞുമാണ് ദൈവം പോലും കൊടുത്തത് അല്ലേ? അപ്പം ആ അപ്പം നന്നായിരിക്കണേന്ന്, അല്ലെങ്കിൽ ആ ദിവസം പോയില്ല, നമ്മൾ ഭയങ്കര ഇതായി പോകും. നമുക്കിത് എൻജോയ് ചെയ്യാം. കറക്റ്റ് ഉപ്പ് അല്ലേ? ഒരു ഉമ്മ വന്നോടെ. പിന്നെ നമ്മൾ 1-ാം പാലിലേക്ക് കടക്കുകയാണ്. 1-ാം പാൽ ഒഴിച്ചു.
അപ്പോൾ എല്ലാവരും ചോദിക്കും ചമ്മന്തി എന്താണ് ഇത്രയും വലിയൊരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ ജാതിക്ക ചമ്മന്തിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ടിനിച്ചേട്ടന് ചമ്മന്തി കൂട്ടി ഒരു വായ അപ്പം കൊടുക്കാൻ പോവാണ്. അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ കണക്ക് മീൻ ഇല്ല, വരുന്നു ക്ഷമ, മീനില്ല. അതെ, കഴിച്ചു പതുക്കെ എൻജോയ്. ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത്. ഇതാണ് ചമ്മന്തി. 108 തരം ചമ്മന്തികളെ ഞാൻ ചെയ്തു. അതെ, ബാക്ക് ഡ്രോപ്പിൽ ഒരാളുണ്ട്, പിന്നെ എൻട്രി ഒരാളുണ്ട്, അത് സർപ്രൈസ് ആണ്. ഇത് ഞാൻ ചമ്മന്തി മാത്രം ടേസ്റ്റ്. ഇത് ഗംഭീര ചമ്മന്തിയുണ്ട്. ശരിക്കും ഇത് മാത്രം മതി ഭക്ഷണം കഴിക്കണമെങ്കിൽ അല്ലേ? വേറൊന്നും വേണ്ട. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയാണ് എല്ലാം ചെയ്തത്. സാധാരണ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് അതിന്റെ അകത്തോട്ടിടുന്ന അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് ഇതിപ്പോ ശരിക്കും ലൈവ് കുക്ക് ചെയ്യുന്ന കാണിച്ചില്ലേ. അപ്പൊ ഞാൻ ആ കഷ്ടപ്പാട് അറിയാം, എനിക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാം. അപ്പം ബുദ്ധിമുട്ടാതെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു പോകാന്നുള്ളതാണ്. നമ്മളിതിലേക്ക് വെള്ളയപ്പം എടുക്കുക, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. നന്നായി മുക്ക നമ്മൾ നല്ല പാൽക്കറിയുന്ന മീനെടുക്കുക, പിടിക്കുക. ടൈമിലേക്ക് ചെയ്യുക. ആദ്യമായിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു മീനല്ലേ, ഫ്രീസറിൽ വെക്കാത്ത മീനും കൂടിയാണുള്ളത്. അതെ, തീർച്ചയായിട്ടും പഞ്ഞു പോലിരിക്കുന്നു. അതെ, ആ മീനിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റുന്നുണ്ട്. ശരിയല്ലേ? ഇത് വേറൊരു ആദ്യമായിട്ടാണ് ഫിഷ് മോളി നമ്മൾ കഴിച്ചിട്ടുണ്ട് പാലിട്ട്, പക്ഷെ ഇത് വേറൊരു ടേസ്റ്റ്. ഇതിനകത്ത് മുളക് പൊടിയില്ല. അതാണ്. ഇനി ഇതിന്റെ കൂടെ ഈ കറി, ഈ ഗ്രേവി, ഈ ഫിഷും ഈ ചമ്മന്തി കൂടെ കഴിച്ചു നോക്കി. ചമ്മന്തി ചേർക്കണം. വെളിച്ചെണ്ണ കൊളസ്ട്രോൾ വരും എന്നൊക്കെ പറയുന്നത് വെറുതെ അമിതമായി കഴിച്ചാൽ 6 ലിറ്റർ വെള്ളത്തിൽ കൂടെ കഴിച്ചാൽ ബ്രെയിൻ വരെ അലിഞ്ഞു പോകും. ഇത് 3 കൂടി ഉണ്ടോ കോമ്പിനേഷൻ? അപ്പം ഞാൻ ഒരു ഗസ്റ്റിനെ വിളിച്ചിട്ടുണ്ട്. പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റില് പടം അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. രഞ്ജിത്ത് സാറിന്റെ അസോസിയേറ്റ് ആയിരുന്നു. അന്ന് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു. കാരണം സിനിമ നമ്മുടെ അടുത്ത സുഹൃത്തായതുകൊണ്ട് സിനിമയിലേക്ക് വരുന്നു, മമ്മൂക്ക നിൽക്കുന്നു പുറത്ത്, വേണു സാർ എന്ന് പറഞ്ഞ ക്യാമറമാൻ, നാഷണൽ അവാർഡ് വിന്നർ, രഞ്ജിത്ത് സാറ് ഭയങ്കര ആ സ്ഥലത്ത് എനിക്കൊരു സപ്പോർട്ടായിട്ട് നിന്ന്. അതിനുശേഷം അദ്ദേഹം സംവിധായകനായി. മമ്മൂക്കനെ വെച്ചിട്ടാണ് ആദ്യത്തെ പടം തന്നെ ചെയ്തത്, ക്ലീറ്റസ്. പിന്നെ മമ്മൂക്കനെ വെച്ച് വേറൊരു പടം ചെയ്തു, പൃഥ്വിരാജിനെ വെച്ച് പാവാട ചെയ്തു. ജോണി എസ് അപ്പ കുറെ പടങ്ങൾ ചെയ്തിട്ട് എനിക്ക് അവസരം തന്നില്ല. ജോണി എസ് അപ്പ ഇപ്പം മത്ത് കണ്ടപ്പോഴാണ് പറഞ്ഞു ഇയാളുടെ ജോണി എസ് അപ്പയിൽ ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു എന്ന് പറഞ്ഞു. ആ കുഞ്ചാക്കോന്റെ ചേട്ടനായിട്ടായിരുന്നു. മനസ്സിലായി. അത് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ ഞാൻ വിളിച്ചാൽ ഓടിയെത്തുന്ന സെലിബ്രിറ്റി അടിപൊളി ഒന്ന് എനിക്ക് മമ്മൂക്കയാണ്. നമുക്ക് അവസരം തരാത്തത് കൊണ്ട് ഈ അവസരം പുള്ളിക്ക് നമ്മൾ കൊടുക്കണം. അതെ, അപ്പൊ മാർത്താണ്ഡൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ലെറ്റ്സ് വെൽക്കം ദ വൺ ആൻഡ് ഓൺലി മാർത്താണ്ഡൻ. അപ്പൊ പുള്ളിക്ക് നമ്മൾ വാരി കൊടുത്തുകൊണ്ട് അല്ലേ? താങ്കൾ കരിമീൻ കഴിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? എവിടുന്നായിരിക്കും ലാസ്റ്റ് ഏറ്റവും ബെസ്റ്റ് കരിമീൻ കഴിച്ച്? ലാസ്റ്റിൽ കഴിച്ച ഇനി ഓർക്കാൻ വേണ്ടിയാ ചോദ്യം ചോദിച്ചത്. അല്ല, 2 ദിവസം മുമ്പ് പടത്തിന് വരേണ്ടതായിരുന്നു, ഫുഡ് പോയ്സൺ അടിച്ച്. ഈ കറിയുടെ പ്രത്യേകതകൾ പറഞ്ഞു കൊടുത്തതാണ്. ഇതിൽ മസാല ഒന്നും ഇട്ടിട്ടില്ല. ഒരു രക്ഷയില്ല. അതല്ല ഉമ്മ ജാതിക്കൻ തേങ്ങ അതെന്താന്ന് പുള്ളിക്ക് ടച്ചിങ്സിനോട് കൂടുതൽ താല്പര്യം. അപ്പൊ ചമ്മന്തിയും കൂട്ടി വയറും നല്ലതാണ്. ജാതിക സന്തോഷം. നളനാണ്. വയറ് നിറയ്ക്കരുത്, പതുക്കെ സമാനമായിട്ട് പിന്നെ പക്ഷെ ഇതൊക്കെ കറക്റ്റ് കൂട്ടായിരിക്കണം, അല്ലെങ്കിൽ അതെ ഇതൊരു യോഗമാണ്.